ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 4 മണിക്ക് എണീറ്റ് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ മുഹറം നോമ്പ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത്തായം വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ബ്രെഡും ന്യൂട്ടലിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തേജു നിസ്കരിക്കാനും സുബയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങി. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ എണീച്ചിരിക്കണം. അപ്പോൾ അതൊരു 9 മണി ആയിരിക്കണം. അപ്പോൾ മോനിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് തലേന്ന് ഇതൊക്കെ നട്ട്സും ഡേറ്റ്സൊക്കെ പുതിർത്തി വെച്ചിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഇതൊക്കെ പുതിർത്തിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ ബനാന അങ്ങനെ വാട്ടിയിട്ട് അതും മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ മോനിക്ക് ഇപ്പോൾ 8 മാസമായില്ല, 4-ാം തീയതിയിലേക്ക് 8 മാസമായി. അപ്പോൾ എനിക്കിത് കൊടുക്കാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ മുത്താറിയും പിന്നെ ബേബി ബിറ്റൊക്കെ ആകുമ്പോൾ എനിക്ക് മടുക്കല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുത്തൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ മോൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രദേഴ്സ് 2 പാടി കളിക്കുകയാണ്. ഇപ്പോൾ നേരം വീട് നിൽക്കും മൂത്താൾ. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ പിടിച്ചലിച്ചിട്ട് ഇവനിങ്ങനെ കളിക്കുകയാണ്. ഇപ്പം നേരം വൈകി ഉറങ്ങുന്നതുകൊണ്ട് നേരം വീട് നീക്കല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബുക്ക് വാങ്ങിന് മോനക്ക്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പഠിക്കുകയും ചെയ്യാം. ഇങ്ങനെ ബാറ്ററി മേലാണിത്. അപ്പോൾ ഇത് ഞെക്കിയാൽ ഞാൻ ABC ഒക്കെ പറയും. പക്ഷെ ഇത് കാണിച്ചു കൊടുത്തില്ല. താത്തൻ്റെ മോൻ്റെ ബുക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാൾക്കും ഒപ്പരം കാണിച്ചു കൊടുക്കല് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് നിന്ന് ഇനി ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം മോൻ്റെ ഫോട്ടോ എടുക്കണം. എനിക്ക് 4-ാം തീയതിയിലേക്ക് 8 മന്ത് അയക്കണം. അപ്പം 8 കഴിഞ്ഞ് പ്രിൻ്റ് എടുത്തിക്കണം. അപ്പം അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്ക് പിന്നെ നോൻപായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പണി തുടങ്ങാം. പിന്നെ തരിപ്പോളിയും ഉള്ളിവടും പഴം വാട്ട വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതാ ഒരു ഫോട്ടോ എടുക്കുന്ന ബുദ്ധിമുട്ടാണിത്. എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 7 മാസം വരെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് 8 എഴുതി അവൻ്റെ വായിലൊക്കെ വേണം. അതിന് വേണ്ടി കരഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇരുന്ന് തരുന്നില്ല. അത് ഞാൻ എങ്ങനെ ഒളിപ്പിച്ചേക്കാൻ നോക്കിയിട്ടും അവൻ കണ്ടുപിടിക്കില്ല. പിന്നെ എനിക്കോ ഫോട്ടോ എടുത്ത് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല. പിന്നെ അവൻ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരാൾ സൈക്കിൾ ഓട്ടി വരാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓണവും കണ്ണാടിയൊന്നും എനിക്കില്ലേനും. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ അവനക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ തക്കാളിക്കറിയും ചോറൊക്കെയാണത്. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് നമുക്കൊരു കൊറിയർ എന്നത് നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു, ഒരു പാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പം അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. വൈകുന്നേരമായി ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. തരിപ്പോട് പിന്നെ ഉച്ചക്കനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട്
അത് കഴിഞ്ഞ് നമ്മളിത് ഉള്ളിവടയിലേക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമല്ലോ, ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചിട്ട്. അപ്പം അതിന് വേണ്ടി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയപ്പും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇതാ 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് മുളകും പൊടിയും പിന്നെ ജീരകപ്പൊടിയും അരിപ്പൊടിയും മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് ചൂടുള്ള എണ്ണയിൽ പൊരിക്കാൻ വേണ്ടി പോകണം. ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം പഴം വാട്ടാൻ. പിന്നെ നമുക്ക് ഇതാ അരിച്ചുട്ടത്തിരിയും ഇറച്ചി കറിയും ഇറച്ചി പൊരിച്ചതാണ്. അപ്പം അമ്മയ്ക്ക് ഇറച്ചി പൊരിച്ചിക്കണം, ഞങ്ങൾക്ക് അറിയാത്തത് ഇറച്ചി കൂട്ടാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. പിന്നെ അതാ നോമ്പൊറുക്കാനുള്ള സമയമായി. അപ്പോൾ ടേബിൾ മേലെ അറേഞ്ച് ആക്കി വെച്ച് നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള ഉള്ളിവടിയും തരിപ്പോളിയും പഴം വാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പഞ്ചസാരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, ദാഹം കേടുള്ളൂ. പക്ഷേ ദാഹമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ, അധികം വെയിലില്ലല്ലോ, അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല. അങ്ങനെ നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് തുറന്ന് അങ്ങനെ ഇതാ നോമ്പൊക്കെ റാത്തായിട്ട് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ചു. ഞാൻ കുറേ ആയി ഫേസ് പാക്ക് ഇട്ടിട്ട്. അപ്പോൾ ഒരു മഞ്ഞളും തൈരൊക്കെ വെച്ചിട്ട് ഫേസ് പാക്കൊക്കെ ഇട്ട് പിന്നെ ഇതാ മോനിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് രാത്രി ഫുഡ് എടുക്കലില്ല. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് 8 മാസമായല്ലോ. അപ്പോൾ അതെനിക്ക് കുറച്ച് ബേബി ബിറ്റ് എടുത്ത് ഫസ്റ്റായിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചെടുത്ത് അങ്ങനെ 8 മണിക്കുള്ളിൽ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇതാ നിസ്കാരം കഴിഞ്ഞിട്ട് ഏഷസ്കാരം കഴിഞ്ഞിട്ട് പത്തിവിടാൻ വേണ്ടി പോണത്. അപ്പം നമുക്ക് അരിച്ചുട്ടത്തിരിയും ബീഫ് കറിയും ബീഫ് പൊരിച്ചതൊക്കെയാണ്. ബീഫ് പൊരിച്ചത് എനിക്കാട്ടോ, എനിക്കറിയാത്തത് കൂട്ടില്ല, സ്പെഷ്യൽ എന്നോട് എടുത്ത് പറഞ്ഞേക്കാണ് എനിക്കാണ്. അങ്ങനെ ഇതാ ചോട്ടാപ്പി കണ്ടില്ല എൻ്റെ ഒക്കത്ത്, അതങ്ങനെയാണ്. പിന്നെ ഇതാ ഇപ്പം വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. അപ്പം അത് ഇറച്ചി പൊരിച്ചതും ഇറച്ചി കറിയും അരിച്ചുട്ടത്തിരും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച്. കഴിഞ്ഞ് ഫ്രഷായിട്ട് സ്കിൻ കെയർ പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ തന്നെ. ഇതിപ്പോൾ ഞാനുണ്ടാവും, എൻ്റെ മോൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിയതാണ്, ലിപ് ബാം അങ്ങനെ. പിന്നെ ഇത് പപ്പായൻ്റെ ഒരു ബോഡി ലോഷൻ, അത് തോന്നുമ്പോൾ തേക്കും അങ്ങനെ. ഇത് ഒലേൻ്റെ ഇതൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞ്. ഇതിപ്പോൾ ഞാൻ ഡെയിലി തേക്കുന്നുണ്ട് കേട്ടോ, ഒലേൻ്റെതും ബോഡി ലോഷനൊക്കെ. ലിപ് ബാം ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.